ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിയന്ത്രണങ്ങൾക്കെതിരെ പാലക്കാട് കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചുമായി വെടിക്കെട്ട് സംരക്ഷണ സമിതി. അങ്ങനെ ഒരു സമിതിയുണ്ട്. പ്രതീകാത്മക ഉത്സവ എഴുന്നള്ളിപ്പ് നടത്തിയാണ് പ്രതിഷേധം. ആന എഴുന്നള്ളിപ്പ് ചട്ടം പുനഃപരിശോധിക്കുക, വെടിക്കെട്ട് നിയന്ത്രണം ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളുമായാണ് പ്രതിഷേധ ധർണ. ഇക്ബാൽ ഇറക്കൽ ചേരുന്നു. ഇക്ബാൽ, ഇനിയിപ്പോൾ പൂരങ്ങളുടെയും വേലകളുടെയും ഒക്കെ സമയമാണ്. ആ സമയത്താണ് എല്ലാ ആഘോഷങ്ങളെയും പ്രതിസന്ധിയിലാക്കി ഇപ്പോൾ കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്, പെസോ നിയമം വന്നിരിക്കുന്നത്, ചട്ടങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധ മാർച്ച് എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് പ്രതിഷേധക്കാരുടെ ആവശ്യം? ഇക്ബാൽ ഇറക്കൽ. അരുൺ, പാലക്കാട് ഇനി അങ്ങോട്ട് പൂരങ്ങളുടെയും വേലകളുടെയും നാളുകളാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ ചില നിയന്ത്രണങ്ങൾ ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ വലിയ പ്രതിഷേധമാണ് പാലക്കാട്ടെ പൂരപ്രേമികളും പൂര കമ്മിറ്റികളും അതുപോലെ തന്നെ ഈ വെടിക്കെട്ട് സംരക്ഷണ സമിതിയും എല്ലാം രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ യോഗങ്ങളെല്ലാം പാലക്കാട് ജില്ലയുടെ വിവിധ മേഖലകളിൽ നടന്നിരുന്നു. ഇപ്പോൾ ഇന്ന് പാലക്കാട് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു കളക്ടറേറ്റ് പ്രതിഷേധ ധർണ ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. പ്രധാനമായി അവർ പറയുന്നത് ഈ ആന എഴുന്നള്ളിപ്പ് ചട്ടം പുനർപരിശോധിക്കണം, അതിനോടൊപ്പം തന്നെ വെടിക്കെട്ട് നിയന്ത്രണം ഒഴിവാക്കണമെന്നാണ്. ഈ ആവശ്യമായി ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ 5 വിളക്ക് പരിസരത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് ഇവിടെയുള്ള വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അരുൺ, ഒരു പ്രതീകാത്മക എഴുന്നള്ളിപ്പ് നടത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്നതാണ് ഏറ്റവും കൗതുകകരം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പഞ്ചവാദ്യമുണ്ട്. അതിന് മുന്നിലായി തന്നെ ഓട്ടോറിക്ഷകളിൽ നെറ്റിപ്പട്ടം കെട്ടിക്കൊണ്ട് ഇവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതീകാത്മക എഴുന്നള്ളിപ്പും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വന്നാൽ ഈ ഓട്ടോറിക്ഷകളിൽ നെറ്റിപ്പട്ടം കെട്ടിക്കൊണ്ട് മാത്രമേ എഴുന്നള്ളിപ്പ് നടത്താൻ കഴിയുള്ളൂ എന്നാണ് പ്രതിഷേധക്കാർ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഈ െല്ലാം കെട്ടിക്കൊണ്ട് ഈ ഓട്ടോറിക്ഷകളിൽ കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഷേധം തുടരും. പാലക്കാട് ജില്ലാ കളക്ടറേറ്റിലേക്കാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ഈ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് തീർച്ചയായും നിലവിൽ ഹൈക്കോടതി ഇറക്കിയ നിയന്ത്രണങ്ങൾ മുഴുവൻ പൂർണ്ണമാക്കി ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ഈ വരുന്ന വർഷങ്ങളിലുള്ള ഉത്സവങ്ങൾ പഴയപടി നിലനിർത്തി നടത്താൻ പറ്റൂ. ഒരു ഉത്സവ മേഖലയുമായി ബന്ധപ്പെട്ട് 3 ലക്ഷം കുടുംബങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. കേരളത്തിലെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായുള്ള ആന എഴുന്നള്ളുകളും പള്ളി പെരുന്നാളുകളും നേർച്ചകളും നിലനിർത്തണം. നിലവിൽ ഹൈക്കോടതി ഇറക്കിയ ഉത്തരവ് അപ്രായോഗികമാണ്. കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും 20,000-ഓളം വരുന്ന ഉത്സവങ്ങൾ മുഴുവൻ ഇത്തരം പ്രതിഷേധ ഭരണങ്ങളിൽ പങ്കെടുക്കുകയും എന്തുകൊണ്ട് ഈ ഓട്ടോറിക്ഷകളിൽ നെറ്റിപ്പട്ടം കെട്ടാൻ? കാരണം ഇപ്പോൾ ഹൈക്കോടതി ഇറക്കിയ നിയമപ്രകാരം കാലത്ത് 9 മണി മുതൽ 5 മണി വരെ ആന എഴുന്നള്ളത്ത് പാടില്ല എന്ന് പറഞ്ഞതിന്റെ പ്രതിഷേധമായിട്ടാണ് ഓട്ടോറിക്ഷയിൽ നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിക്കുന്നത്. 3 മീറ്റർ അകലം, ആനയും കൊട്ടുകാരും തമ്മിൽ 5 മീറ്റർ. ഈ വിഷയങ്ങളൊന്നും പ്രായോഗികമല്ല. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിലെ ഉത്സവങ്ങൾ തന്നെ ഇല്ലാതാവും. ഇതുമായി ബന്ധപ്പെട്ട് 3 ലക്ഷം കുടുംബം കഴിയുന്നത്. കേരള നിയമസഭ നിയമനിർമ്മാണം നടത്തി 2012 നാട്ടാന വരുവാനുള്ള ചട്ടം ഭേദഗതി ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അരുൺ, വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ ഭാരവാഹികളായിട്ടുള്ള ശശിധരൻ ഉൾപ്പെടെയുള്ളവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും 100% വെടിക്കെട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നിയന്ത്രണം ഒഴിവാക്കി തരുന്നതാണ്. ഇല്ലെങ്കിൽ രീതിയിലുള്ള നടപടികൾ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്? നിയമപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി പറയാൻ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. അവിടുന്ന് മാറ്റം വരുത്തണം. അതുവരെ ഈ പ്രതിഷേധം തുടരും. തീർച്ചയായിട്ടും തുടരും. ഓരോരോ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ പ്രതിഷേധം തുടരും. ഇന്നിപ്പോൾ കളക്ടറേറ്റിന് മുന്നിൽ ധർണ. ഇനി അത് കഴിഞ്ഞാൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ അതുപോലെ തന്നെ വെടിക്കെട്ട് സംരക്ഷണ സമിതി, പൂരപ്രേമികൾ, അതുപോലെ തന്നെ പൂര കമ്മിറ്റികളെല്ലാം ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ ഓഫ് കേരളയുടെ ഭാരവാഹികളുണ്ട്. അവരുൾപ്പെടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി? ഞങ്ങൾ ഈ ഉത്സവം എന്ന് പറയുന്നത് ഈ മൈക്ക് പെർമിഷൻ രാത്രി 10 മണി വരെ നൽകുന്നുള്ളൂ. ഈ 10 മണിക്ക് ശേഷമാണ് ഈ ആന എഴുന്നള്ളിപ്പും ഈ ഉത്സവ ചണ്ടവാദ്യമേളകൾ അമ്പലത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉത്സവങ്ങളില്ല. കലാകാരന്മാർ പട്ടിണിയാണ്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട്, കലാകാരന്മാർ, പന്തൽ, ആന എഴുന്നള്ളിപ്പ്, ഇതെല്ലാം ഒരു കലാകാരന്മാരും എല്ലാവരും ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയെ തുരങ്കം വയ്ക്കുന്ന ഭരണാധികാരികളുടെ ധിക്കാരപരമായ നയത്തിനെതിരെ ശക്തമായി എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടുണ്ടാവും. ഒരു നിമിഷം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ ദൃശ്യങ്ങളിൽ വർണ്ണക്കുടകളുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ നെറ്റിപ്പട്ടം കെട്ടിക്കൊണ്ടുള്ള ഓട്ടോറിക്ഷ ഉണ്ട്. അതിന് തൊട്ട് പിന്നിലായി തന്നെ പഞ്ചവാദ്യമുണ്ട്. അങ്ങനെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ഉത്സവ എഴുന്നള്ളിപ്പ് നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇപ്പോൾ പാലക്കാട്ടെ കളക്ടറേറ്റിലേക്ക് ഇപ്പോൾ പൂര കമ്മിറ്റികളും അതുപോലെ തന്നെ പൂരപ്രേമികളും ജില്ലയിലുള്ള വെടിക്കെട്ട് സംരക്ഷണ സമിതിയും ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ ഓഫ് കേരളയുടെ ഭാരവാഹികളെല്ലാം ചേർന്നുകൊണ്ട് നടത്തുന്നത്. അല്പസമയത്തിന് തന്നെ ഈ 5 വിളക്ക് പരിസരത്ത് നിന്ന് ഈ പ്രതിഷേധ ധർണ ആരംഭിക്കും. പാലക്കാട് കളക്ടറേറ്റിലേക്കാണ് ഈ പ്രതിഷേധ
പ്രതിഷേധ ധർണ നീങ്ങുക. ഇതിനോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലുള്ള ഈ മൃഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഏതായാലും വെടിക്കെട്ട് നിയന്ത്രണം പൂർണ്ണമായും ഒഴിവാക്കണം. അതിനോടൊപ്പം തന്നെ ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചട്ടം എഴുന്നള്ളിപ്പുമായാണ് പാലക്കാട്ട് പ്രതിഷേധം. ഓട്ടോറിക്ഷയെ ആനയാക്കി നെറ്റിപ്പട്ടം കെട്ടിച്ച് പ്രതിഷേധ മാർച്ച്.